ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് അമ്മയിൽ? നമ്മളൊരു പുതിയ നേതൃത്വത്തെ എടുത്തു, ആ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? ഒന്നും ഞാനും അത് തന്നെയാണ് അതിശയിച്ചത്. ഇതെന്താണെന്നറിയാമോ, ഇവര് വലിയ സെക്രട്ടറി, ട്രഷറർ, മണ്ണാങ്കട്ടി ഇതൊക്കെ പല പൊസിഷനിൽ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ഒളിച്ചു വെച്ച് പലത്തെ പറഞ്ഞ് എനിക്ക് അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു മിസ്റ്റർ അരുണിനും അറിയാം. എനിക്ക് ഇത് ആദ്യം മുതൽ ഞാൻ പറയുന്നതാണ്. പിന്നെ കുറെ കാലം ഞാൻ പ്രതികരണം വേണ്ടെന്ന് വെച്ചു. ഇതിപ്പോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ കുട്ടി തന്നെ പലർക്കും മെസ്സേജ് അയക്കാൻ തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പൊ ഞാന് പറഞ്ഞു, അല്ല ഇതെന്താ, അത് ഞാൻ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഞാനും അവിടുത്തെ സെക്യൂരിറ്റിയും ഇത് ലൈവായിട്ട് ഇവര് 12 പേരിരിക്കുന്നിടത്ത് വെച്ച് പറഞ്ഞതാണ്. എല്ലാം പറഞ്ഞു. അപ്പൊ അതെല്ലാം പ്രസിഡന്റ് അടക്കമുള്ളവര് റെക്കോർഡ് ചെയ്തെന്നോ കേട്ടെന്നോ പിടിച്ചെന്നോ അപ്പൊ ഒന്നും അവര് ചെയ്യുന്നില്ല. അതെല്ലാം അവര് ഒളിച്ചു വെച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും ഒരു ഘട്ടമായിട്ട് കേസ് കൊടുക്കുന്നു, പിടിക്കുന്നു, പോകുന്നു. അപ്പൊ പോലീസ് SIO CA ഈ കുട്ടി അതുല്യെ വരട്ടിയെന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവരവിടെ പറഞ്ഞ സമയത്ത് ഈ ഒരാളെ ടെർമിനേറ്റ് ചെയ്യുന്നു, കുക്കു പരമേശ്വരൻ. ഇത് കേട്ടോണ്ടിരുന്ന കുക്കു പരമേശ്വരൻ, പ്രസിഡന്റും സെക്രട്ടറിയും ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവരിത് പറഞ്ഞെങ്കിൽ എന്തിനാണ് ഈ പോലീസും പട്ടാളവും വരുന്ന വരെ ഇവര് മിണ്ടാതിരുന്നത്? പിന്നെ ഇതിനകത്ത് ഇടപെടേണ്ട ആൾക്കാർ ഇടപെടണം. ചുമ്മാതെ ഇപ്പൊ അയാൾ തന്നെ എന്താ പറഞ്ഞത്, നീനാക്കുറുപ്പ് പറഞ്ഞു ഇങ്ങനെ പറയാൻ. നീനാക്കുറുപ്പിന് എന്താ ക്ലാസ് എടുപ്പാണോ ജോലി അഭിനയിക്കുന്നത് അവിടെ പറഞ്ഞു കൊടുക്കാൻ? സെക്യൂരിറ്റി എങ്ങനെ അഭിനയിക്കണം, ക്ലർക്ക് എങ്ങനെ അഭിനയിക്കണം? ഈ ഇൻഡസ്ട്രിയിൽ പരിചയമുള്ളവരും കുറെ ലോകം കണ്ടവരും സത്യം പറയാൻ മടിയില്ലാത്തവരോടും കാര്യങ്ങൾ ചോദിക്കണ്ടേ? അതങ്ങനൊരു സംഭവം അവിടെ ഇല്ല. കാരണം ഇപ്പൊ തന്നെ ഈ മുഹമ്മദ് അയച്ചിരിക്കുന്ന വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പുറത്തു പറയുന്നത്? ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ അതാണ് ആദ്യം ഒരു പോയിന്റ് പറഞ്ഞത്. ഇതിനകത്ത് കാരണക്കാരായവരെ ജൽ ബോഡി വരെ പുറത്തു നിർത്തണം. അതെന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് അതിനകത്ത് മാത്രമേ ഉള്ളൂ ശ്വേതയുടെ ഒരു വിഷമം. ഷീ ക്യാൻ ഡു ഇറ്റ്. കാരണം ഒരു തെറ്റ് ചെയ്തപ്പോ ഈ കുട്ടിയെ പറഞ്ഞ് വീട്ടിൽ വിടുന്നു, പിന്നെ വന്ന് പറഞ്ഞ് ഉണ്ണി ശോഭാലിനെ വേറെ എങ്ങാണ്ട് ജൽ ബോഡി വരെ മാറ്റി നിർത്തുന്നു. പിന്നെ എന്താ കുക്കു പരമേശ്വരനുള്ള പ്രത്യേകത, നീനാക്കുറിപ്പിനുള്ള പ്രത്യേകത എന്താ? അപ്പൊ എന്താ കാര്യം? ഈ ബാധിക്കപ്പെട്ട അതുല്യ എന്ന് പറയുന്ന കുട്ടി സിനിമാ നടി അല്ലാത്തതുകൊണ്ടാണോ അതിനെ മാത്രം പുറത്താക്കിയത്?